മഷാദിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. തന്റെ കുടുംബം അനുഭവിച്ച ദാരിദ്ര്യത്തെക്കുറിച്ച് അദ്ദേഹം വികാരാധീനനായി വിവരിക്കുന്നുണ്ട്. പല രാത്രികളിലും അത്താഴത്തിന് വെറും റൊട്ടിയും ഉണക്കമുന്തിരിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ വെറും ചായയും റൊട്ടിയും മാത്രം. വളരെ ചെറിയൊരു വീട്ടിലായിരുന്നു താമസം. ഒരു മുറി മാത്രമുള്ള ആ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അതിഥികളെ സ്വീകരിച്ചിരുന്നതും മക്കൾ ഉറങ്ങിയിരുന്നതും. പിന്നീട് പിതാവിന്റെ സുഹൃത്തുക്കൾ സഹായിച്ച് ഒരു ചെറിയ മുറി കൂടി പണിതുയർത്തുകയായിരുന്നു. മാതാപിതാക്കളുടെ സ്വാധീനം. പിതാവ് സയ്യിദ് ജവാദ് ഖമേനി വളരെ ലളിതജീവിതം നയിച്ചിരുന്ന ഒരു മതപണ്ഡിതനായിരുന്നു അദ്ദേഹം. മക്കൾക്കും ആത്മീയമായ അച്ചടക്കം അദ്ദേഹം നൽകി. ഖമേനിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു അവർ. ഖുർആൻ പാരായണത്തിലും കവിതകളിലും അവർക്ക് വലിയ അറിവുണ്ടായിരുന്നു. മക്കൾക്ക് കഥകളിലൂടെയും ചരിത്രത്തിലൂടെയും ധാർമ്മിക പാഠങ്ങൾ അവർ പകർന്നു നൽകി. 5-ാം വയസ്സിൽ തന്നെ അദ്ദേഹം തന്റെ മൂത്ത സഹോദരനോടൊപ്പം മദ്രസയിൽ പഠനമാരംഭിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം മതപരമായ ഉപരിപഠനത്തിലേക്ക് തിരിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറബി ഭാഷയിലും ഇസ്ലാമിക നിയമങ്ങളിലും ഫിഖ്ഹ് അദ്ദേഹം വൈദഗ്ധ്യം നേടി. വായനയോടുള്ള താൽപര്യം കുട്ടിക്കാലം മുതലേ ഖമേനിക്ക് പുസ്തകങ്ങളോട് വലിയ താൽപര്യമായിരുന്നു. മതപരമായ പുസ്തകങ്ങൾ മാത്രമല്ല, പേർഷ്യൻ കവിതകളും നോവലുകളും അദ്ദേഹം ആവേശത്തോടെ വായിക്കുമായിരുന്നു. ഈ വായനാശീലമാണ് പിന്നീട് അദ്ദേഹത്തെ ഒരു മികച്ച പ്രസംഗകനും എഴുത്തുകാരനുമാക്കി മാറ്റിയത്. ദാരിദ്ര്യം കാരണം പഴയ വസ്ത്രങ്ങൾ തുന്നിക്കെട്ടിയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. തന്റെ പിതാവിന്റെ പഴയ വസ്ത്രങ്ങൾ വെട്ടിത്തുന്നി കുട്ടികൾക്ക് പാകമാക്കി മാറ്റുകയായിരുന്നു പതിവ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അഭിമാനത്തോടെ തന്നെ ഓർക്കുന്നുണ്ട്. 5-ാം വയസ്സിൽ തന്റെ മൂത്ത സഹോദരൻ സയ്യിദ് മുഹമ്മദിനൊപ്പമാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത്. മക്തബ് എന്ന് വിളിക്കപ്പെടുന്ന പരമ്പരാഗത പാഠശാലയിലായിരുന്നു തുടക്കം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പാരായണം പഠിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ മാതാവ് ഇതിൽ വലിയ പങ്കുവഹിച്ചു. മതപഠനത്തോടൊപ്പം തന്നെ അദ്ദേഹം ദാറുൽ തഅലീം ദിയാനത്ത് എന്ന സ്കൂളിൽ ചേരുകയും അവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പൂർണ്ണമായും മതപഠനത്തിലേക്ക് തിരിഞ്ഞു. അറബി ഭാഷ, ജാമി അൽ മുഖദ്ദിമത്ത് പോലുള്ള പുസ്തകങ്ങളിലൂടെ അറബി വ്യാകരണവും സാഹിത്യവും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. സ്വന്തം പിതാവായ സയ്യിദ് ജവാദ് ഖമേനി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന ഗുരു. പിതാവിൽ നിന്ന് ഇസ്ലാമിക നിയമങ്ങളും ഫിഖ് തത്വശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചു. നജാഫിലെ പഠനം, ഇറാഖ്. 1957-ൽ അദ്ദേഹം ഇറാഖിലെ പ്രശസ്തമായ നജാഫ് സെമിനാരിയിലേക്ക് പോയി. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനകേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അവിടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം കുറച്ചുകാലം പഠിച്ചു. എന്നാൽ തന്റെ പിതാവിന് സുഖമില്ലാത്തതിനാൽ അദ്ദേഹത്തെ പരിചരിക്കാനായി ഖമേനിക്ക് ഇറാനിലേക്ക് തന്നെ മടങ്ങേണ്ടിവന്നു. 1958-ൽ അദ്ദേഹം ഇറാനിലെ പ്രസിദ്ധമായ ഖും നഗരത്തിലെത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണിത്. ഖുമിലെ പഠനകാലത്താണ് അദ്ദേഹം വിപ്ലവ നേതാവായ ആയത്തുള്ള ഖൊമേനിയെ പരിചയപ്പെടുന്നത്. ഖൊമേനിയുടെ ക്ലാസുകളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിയെ മാറ്റിമറിച്ചു. ആയത്തുള്ള തബതബായി, പ്രശസ്ത തത്വചിന്തകനായ ആയത്തുള്ള തബതബായി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന ഗുരുവായിരുന്നു. കഠിനമായ പഠനത്തിലൂടെ അദ്ദേഹം ഇജ്തിഹാദ്, ഇസ്ലാമിക നിയമങ്ങളിൽ സ്വതന്ത്രമായ വിധി പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന പദവിയിലേക്ക് ഉയർന്നു. ഇതോടെ അദ്ദേഹം ഒരു മുജ്തഹിദായി അംഗീകരിക്കപ്പെട്ടു. അതെ, അലി ഖമേനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു 1960കളിലും 70കളിലും അദ്ദേഹം നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങൾ. അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റസാ ഷാ പഹ്ലവിയുടെ പാശ്ചാത്യ അനുകൂല നയങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പോരാടിയവരുടെ മുൻനിരയിൽ ഖമേനിയുണ്ടായിരുന്നു. ആയത്തുള്ള ഖുമൈനിയുടെ അനുയായി. 1962ൽ ഖുമൈനി ഷാ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ ഖമേനി അദ്ദേഹത്തിന്റെ സജീവ അനുയായിയായി മാറി. ഖുമൈനിയുടെ സന്ദേശങ്ങൾ ഇറാനിലെ വിവിധ നഗരങ്ങളിലെത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ആവർത്തിച്ചുള്ള ജയിൽവാസം. ഷായുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സാവക് ഖമേനിയെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1963നും 1975നുമിടയിൽ 6 തവണയെങ്കിലും അദ്ദേഹം തടവിലാക്കപ്പെട്ടു. ജയിലിൽ വെച്ച് അദ്ദേഹം കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് വിപ്ലവകാരികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. നാടുകടത്തൽ, എക്സൈൽ. 1977ൽ ഇറാൻ ഭരണകൂടം അദ്ദേഹത്തെ 3 വർഷത്തേക്ക് ഇറാന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഇറാൻ ഷഹറിലേക്ക് നാടുകടത്തി. എന്നാൽ വിപ്ലവം ശക്തമായതോടെ 1978ൽ അദ്ദേഹം മടങ്ങിയെത്തുകയും വിപ്ലവ കൗൺസിലിൽ അംഗമാകുകയും ചെയ്തു. വിപ്ലവത്തിന് ശേഷമുള്ള പദവികൾ. 1979ൽ ഷാ ഭരണകൂടം വീണതോടെ ഖമേനി അധികാരത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറി. 1. പ്രതിരോധ മന്ത്രാലയം. വിപ്ലവത്തിന് ശേഷം സൈനിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചു. 2. തെഹ്റാനിലെ വെള്ളിയാഴ്ച പ്രസംഗകൻ. ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ പദവി അദ്ദേഹത്തെ സഹായിച്ചു. 3. പ്രസിഡന്റ്. 1981ൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ നിന്ന്
തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിനു പിന്നാലെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആയത്തുള്ള ഖുമൈനിയുടെ മരണശേഷം അലി ഖമേനി പരമോന്നത നേതാവായി സുപ്രീം ലീഡർ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇറാന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു അധ്യായമാണ്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ പങ്ക്. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഇറാനിലെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന പണ്ഡിതസഭയ്ക്കാണ്. 1989 ജൂൺ 4 ഖുമൈനിയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ ഈ സഭ സമ്മേളിച്ചു. ഭരണഘടനാപരമായ പ്രതിസന്ധി. യഥാർത്ഥത്തിൽ അന്നു നിലവിലിരുന്ന ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവാകാൻ മർജ-ഇ തഖ്ലീദ് അഥവാ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഗ്രാൻഡ് ആയത്തുള്ളയായിരിക്കണം. എന്നാൽ ഖമേനി അന്ന് ആ പദവിയിലെത്തിയിരുന്നില്ല. അദ്ദേഹം ഒരു ഇടത്തരം റാങ്കിലുള്ള ക്ലറിക്കായിരുന്നു. ഖുമൈനിയുടെ വിൽപത്രം, ദി എൻഡോസ്മെന്റ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായത് അന്നത്തെ സ്പീക്കറായിരുന്ന അക്ബർ ഹാഷമി റഫ്സൻജാനിയുടെ ഇടപെടലാണ്. തന്റെ പിൻഗാമിയായി ഖമേനിയെ ഖുമൈനി നിർദ്ദേശിച്ചിരുന്നതായി റഫ്സൻജാനി സഭയെ അറിയിച്ചു. ഖുമൈനിയുടെ വാക്കുകൾക്ക് വിപ്ലവ കൗൺസിലിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അസംബ്ലിയിൽ നടന്ന വോട്ടിംഗിൽ 80%-ലധികം വോട്ടുകൾ നേടി ഖമേനി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തെ പരമോന്നത നേതാവാക്കാൻ വേണ്ടി പിന്നീട് ഇറാന്റെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു. അതോടെ ഏറ്റവും ഉയർന്ന മതപദവി വേണമെന്ന നിബന്ധന ഒഴിവാക്കി രാഷ്ട്രീയ പാണ്ഡിത്യത്തിനും ഭരണപരിചയത്തിനും മുൻഗണന നൽകി. 1989 ജൂൺ 3 ആയത്തുള്ള ഖൊമൈനി അന്തരിച്ചു. 1989 ജൂൺ 4 അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഖമേനിയെ തിരഞ്ഞെടുത്തു. ഭരണഘടനാ ഭേദഗതി. മർജ പദവിയില്ലാത്തവർക്കും നേതാവാകാം എന്ന് ഭേദഗതി ചെയ്തു. സ്ഥിരീകരണം. 1989 ഓഗസ്റ്റിലെ ജനഹിത പരിശോധനയിലൂടെ പുതിയ നിയമങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ശ്രദ്ധേയമായ ഒരു